ഹിജാബ് വിഷയത്തിൽ സമവായത്തിന് ശ്രമം. കുട്ടിയുടെ രക്ഷിതാക്കളുമായി സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് ചർച്ച നടത്തിയേക്കും. തൽക്കാലം പരസ്യ പ്രതികരണം വേണ്ടെന്ന് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി സഭ. നിയമപരമായി മുന്നോട്ടു പോകട്ടെയെന്ന് KCBC. സർക്കാർ സമവായ നീക്കം നടത്തുമെന്നും പ്രതീക്ഷയിൽ സഭ. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വിശ്വാസ സമ്മേളനവുമായി സർക്കാർ. വിശ്വാസം, മൈത്രി, മാനവികത എന്നീ വിഷയങ്ങളിൽ സമ്മേളനം. 3 കേന്ദ്രങ്ങളിൽ വിശാലമായ സമ്മേളനങ്ങൾ നടത്തും. വർഗീയ രാഷ്ട്രീയത്തെയും മതരാഷ്ട്രവാദത്തെയും പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് വിശദീകരണം. തെക്കൻ ജില്ലകളിൽ തുലാവർഷം കനക്കുന്നു. തിരുവനന്തപുരത്ത് ശക്തമായ മഴ. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും മഴ കനക്കും. ഇടുക്കി, കോട്ടയം ജില്ലകളിലും മുന്നറിയിപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ G. സുധാകരന്റേത് മനഃപൂർവ്വമായ വീഴ്ചയെന്ന് CPM പാർട്ടി രേഖ. സുധാകരന് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി. സ്ഥാനാർത്ഥി H. സലാം SDPI-കാരനാണെന്ന പ്രചാരണത്തിൽ സുധാകരൻ മൗനം പാലിച്ചു. തെരഞ്ഞെടുപ്പ് ഫലത്തെ ദോഷം ചെയ്യുന്ന നിലപാടുകൾ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും വിമർശനം. ചേപ്പാട് പള്ളിയുടെ കുരിശടി തകർത്ത സംഭവത്തിൽ പ്രതിഷേധവുമായി സഭ. ദേശീയപാത വികസനത്തിന്റെ മറവിൽ അറിയിപ്പില്ലാതെ കുരിശടി തകർത്തത് വിശ്വാസികളുടെ ഹൃദയത്തിലേറ്റ മുറിവെന്ന് ഡോക്ടർ യുഹന്നാൻ മാർ ദിയോസ്കോറസ്. റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി പ്രതിഷേധാർഹം. കുരിശ് തകർത്തവർ നാടിനെയും സഭയെയും അപമാനിച്ചെന്നും സഭയുടെ മാധ്യമ വിഭാഗം തലവൻ. പാലക്കാട് കണ്ണാടിയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ക്ലാസ് ടീച്ചർക്കെതിരെ ആരോപണം. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അർജുൻ ആത്മഹത്യ ചെയ്തത് ക്ലാസ് ടീച്ചറുടെ നിരന്തര പീഡനത്തെ തുടർന്നെന്ന് വീട്ടുകാർ. ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾ തമ്മിൽ മെസ്സേജ് അയച്ചതിന് അധ്യാപിക അർജുനെ ഭീഷണിപ്പെടുത്തി. കുടുംബം കുന്നമംഗലം പോലീസിൽ പരാതി നൽകും. നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ പാർട്ടി ചുമതലയിൽ നിന്ന് നീക്കിയതിൽ പരസ്യ പ്രതിഷേധം. നടപടി മാനസികമായി വിഷമമുണ്ടാക്കി. പറഞ്ഞിരുന്നെങ്കിൽ രാജിവെച്ചൊഴിഞ്ഞേനെയെന്നും ചാണ്ടി. അബിൻ വർക്കിക്ക് ചാണ്ടി ഉമ്മന്റെ പിന്തുണ. അബിന്റെ അഭിപ്രായം കൂടി തേടി വേണമായിരുന്നു തീരുമാനമെടുക്കാനെന്ന് പ്രതികരണം. തിരുവനന്തപുരം DCC-ക്കെതിരെ KSU ജില്ലാ കമ്മിറ്റി യോഗത്തിൽ DCC നേതൃത്വത്തിനെതിരെയും ജില്ലയിലെ MP-മാർക്കെതിരെയും വിമർശനം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും സംഘടനാ പ്രവർത്തനത്തിനും പിന്തുണയില്ലെന്ന ആക്ഷേപം. സമരങ്ങളിൽ അടികൊള്ളാനും ജയിലിൽ പോകാനും മാത്രമുള്ളവരായി കാണരുതെന്നും KSU. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോദിക്ക് ട്രംപിനെ ഭയമെന്ന് രാഹുൽ. ട്രംപിന്റെ പുതിയ വാദവും US പ്രസിഡന്റിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള മോദിയുടെ സന്ദേശങ്ങളും ഇതിനുദാഹരണമെന്നും രാഹുൽ. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഉൾവലിഞ്ഞ കടൽ പലയിടത്തും പൂർവ്വസ്ഥിതിയിലേക്ക്. എന്നാൽ കോർപ്പറേഷൻ ഓഫീസിന്റെ എതിർവശത്തടക്കം ചിലയിടങ്ങളിൽ ഇപ്പോഴും ഉൾവലിഞ്ഞ നിലയിലാണ് കടലുള്ളത്. ഇന്നലെ രാത്രിയാണ് പ്രദേശത്ത് കടൽ ഉൾവലിഞ്ഞത്. നെന്മാറ സജിത കൊലക്കേസിൽ ചെന്താമരയുടെ ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും. കേസ് ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ പരിഗണിക്കും. ഇന്നലെ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ബീഹാറിൽ സീറ്റ് നിർണയം പൂർത്തിയാക്കാനാകാതെ ഇന്ത്യ സഖ്യം. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ കല്ലുകടി. പട്ന വിമാനത്താവളത്തിൽ നേതാക്കൾക്കെതിരെ പ്രതിഷേധം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും.